മഹാരാഷ്ട്രയിൽ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധികാര തുടർച്ച ഉറപ്പാക്കാൻ NDA സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി രംഗത്തിറങ്ങണമെന്ന് പ്രവർത്തകരോട് MNS തലവൻ രാജ് താക്കറെ ആഹ്വാനം ചെയ്തു. രാജ് താക്കറെയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് MNS NDAയുടെ ഭാഗമായത്. കഴിഞ്ഞ മാസം ഡൽഹിയിൽ രാജ് താക്കറെയും അമിത്ഷായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് MNS NDA ധാരണയിലെത്തിയത്. ഈ വർഷം ഒക്ടോബറിൽ നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യം തുടരും. എന്നാൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന ശിവസേനയിൽ ലയിക്കുന്നു എന്ന വാർത്തകൾ രാജ് താക്കറെ നിഷേധിച്ചു. ബാൽ താക്കറെയ്ക്ക് കീഴിലല്ലാതെ താൻ ആരുടെയും കീഴിൽ പ്രവർത്തിക്കില്ലെന്നും MNS ഇതേ നിലയിൽ തുടരുമെന്നും രാജ് താക്കറെ മറുപടി നൽകി. BJP, ശിവസേന, NCP, MNS അടങ്ങിയതാണ് മഹാരാഷ്ട്രയിൽ നിലവിൽ NDA. അതേസമയം INDA മുന്നണിയിൽ ഭിന്നത തുടരുകയാണ്. സീറ്റ് ചർച്ചയിൽ കോൺഗ്രസ് ശിവസേനയ്ക്ക് കീഴ്പ്പെട്ടു എന്ന ആരോപണം പാർട്ടിക്കകത്ത് തന്നെ ശക്തമാകുന്നു. 21 സീറ്റിൽ ശിവസേന ഉദ്ധവ് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് 17ഉം NCP ശരത് പവാർ പക്ഷത്തിന് 10 സീറ്റും. അണികൾ പോലുമില്ലാത്ത ഉദ്ധവിന്റെ ശിവസേനയ്ക്ക് ഇത്രയധികം സീറ്റുകൾ നൽകേണ്ടതില്ല എന്ന വികാരമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. ജനം, ഡൽഹി.